പ്രതീക്ഷിക്കാണ്ട് ഇന്നലെ വൈകുന്നേരം വണ്ടി പിന്നെ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ നിന്നുപോയി. പെട്ടെന്ന് കറണ്ട് മിസ്സായിട്ട് അതിലെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗത്തേക്കുള്ള കറണ്ട് പിന്നെ നിന്ന് പോയിട്ട് വണ്ടി അവിടെ നിന്നുപോയി. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ അർജൻറ്റായിട്ട് പോകേണ്ട കാര്യത്തിനൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നലെ മുതലേ വണ്ടി പണിയാൻ തുടങ്ങിയതാണ്. സ്പാർക്ക് പ്ലഗ് കഴിച്ചിട്ട് നോക്കാൻ തുടങ്ങിയതാണ്. സ്പാർക്ക് പ്ലഗ് കഴിച്ചിട്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടാൽ റെഡിയാവുന്ന ഒരു ചെറിയൊരു കേസേ ഉണ്ടായിട്ടുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം. പക്ഷേ എൻ്റെ വണ്ടിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ ഇതുവരെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ വണ്ടീനെക്കുറിച്ച് ഇത്രയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ സ്പാർക്ക് പ്ലഗ് മാത്രം മാറ്റിയിട്ടില്ല. വണ്ടീൻ്റെ സകല സാമാനങ്ങളും മാറ്റിയിട്ടും സ്പാർക്ക് പ്ലഗ് മാറ്റാത്തതാണ് എനിക്ക് പറ്റിയൊരു ഇഷ്യൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗം എപ്പോൾ ഊരിയിട്ട് നമ്മൾ പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ട് ഇട്ടിട്ടും ഊരിയിട്ടെല്ലാം നോക്കണം. ഊരിയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, പിന്നെ അതിനകത്ത് കാർബൺ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സെൽഫ് അടിച്ചിട്ടും മറ്റേതൊന്നും അടിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കറക്റ്റ് നോക്കണം, അതിൻ്റെ അകത്ത് കറണ്ട് വരുന്നില്ലേ നോക്കണം. അപ്പോൾ ഇന്നലെ CDI യൂണിറ്റൊക്കെ ചെക്ക് ചെയ്തു. CDI യൂണിറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് രണ്ട് തട്ട് കെട്ടുമ്പോഴത്തേക്കാണ് നമ്മളെ ചങ്ങായി മെക്കാനിക്ക് പറഞ്ഞതിന് ശേഷമാണ് അത് റെഡിയായത്. CDI യൂണിറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗത്തേക്ക് പിന്നെ കറണ്ടൊക്കെ വരുന്നുണ്ട്. സ്പാർക്ക് ചെയ്തിട്ട് അടിക്കാനെല്ലാം പറ്റുന്നുണ്ട്. മെറ്റലിന് അതിൻ്റെ ചേസിന് അടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് കറണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് കഴിക്കാൻ പറ്റാത്തതാണ്. അത് ഹെഡുമായിട്ട് നല്ല ജാമായിട്ടാണുള്ളത്. അത് നമുക്ക് പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ പിന്നെ അത് ലൂസാക്കി എടുക്കേണ്ട വിധത്തിലേക്ക് നമുക്ക് തിരിക്കുമ്പോൾ നടക്കുന്നില്ല. സ്പാർക്ക് പ്ലഗ് കഴിക്കുന്ന ടൂൾ വെച്ചിട്ട് പോലും നടക്കുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഒരു മെക്കാനിക്ക് ചങ്ങായിനെ വിളിച്ചു കൊണ്ടുവന്ന് അവൻ്റെ വണ്ടി എടുത്തിട്ട് പിന്നെ അവൻ്റെ വണ്ടിയിൽ പോയിട്ട് ഞാൻ വന്ന് അപ്പോഴത്തേക്ക് അതും നടന്നിട്ടില്ല. അവൻ്റെ എന്താ പറയുക പകുതി പവറും എടുത്തിട്ട് പിന്നെ മൊത്തത്തിൽ ചങ്ങായി മടുത്തിട്ട് അങ്ങ് പോയി. 150 റുപ്യ അങ്ങനെ രാവിലെ തന്നെ മിസ്സായി അങ്ങനെ പോയി. 150 റുപ്യ വെറുതെ പോയി. പക്ഷേ എന്തായാലും പിന്നെ അവൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ഒന്നും റെഡി ആവാൻ ഞാൻ കണ്ടിട്ട് പോയതാണ്. ഇനിയിപ്പോൾ വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകണം. WD-40 ഒക്കെ അടിച്ചിട്ട് ഇനി ആ ഭാഗത്തുള്ള ലൂസായിട്ട് വരേണ്ടി വരും. അപ്പോൾ നമ്മളെ ചങ്ങായി മെക്കാനിക്ക് തളിപ്പറമ്പിലുള്ള ചങ്ങായി മെക്കാനിക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് വണ്ടിയില്ലാണ്ട് നടക്കില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിനും ഇത് റൈഡിങ്ങിനായിട്ടുള്ള ഇനി ഉപയോഗിക്കേണ്ട ഒരു വണ്ടിയാണ്. ഞാനിപ്പോൾ ഇനി ആ ഒരു ബേസിലേക്കാണ് പോകുന്നത്. ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് വണ്ടിയും പണിയായത്. ഈ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ടൈമിലായിരിക്കും നിങ്ങളെ ഏതൊരു വണ്ടിയും നിങ്ങളെ ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾക്ക് പണി തരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വണ്ടികളിൽ കൂടുതൽ ആത്മവിശ്വാസം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ എന്താ പറയുക 50% മാത്രമേ വിശ്വാസം പാടുള്ളൂ. എപ്പോൾ വണ്ടി പണി തരുകയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ അധികം കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ കൂടുതൽ കൊല്ലങ്ങളൊന്നും വെക്കാൻ പാടില്ല. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം പിന്നെ ടൈറ്റ് ആവാൻ പാടില്ല. അത് ഉരിയെടുക്കുന്ന സിമ്പിളായിട്ട് ഉരിയെടുക്കണ്ടെങ്കിൽ ഇടയ്ക്കിടെ അത് മാറ്റിയിട്ട് അതിൻ്റെ പ്ലഗ് ഇടയ്ക്കിടെ ചേഞ്ച് ആക്കും വേണം. അതേപോലെ തന്നെ പ്ലഗിൻ്റെ കൂടുതലായിട്ട് ഓവർ ടൈറ്റ് ചെയ്യാനും പാടില്ല. അവിടുത്തെ ത്രെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ലൈറ്റിലേക്കെല്ലാം കൊണ്ടുപോയിട്ട് നല്ല പണി കൊടുക്കേണ്ടി വരും. പണി നല്ലോണം എടുക്കേണ്ടി വരും. നമുക്ക്